കരമനയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. കൊഞ്ചിറവിള സ്വദേശി അനന്തു ഗിരീഷിന്റെ മൃതദേഹമാണ് ഇരു കൈകളുടെയും ഞരമ്പുകൾ മുറിഞ്ഞും തലയിൽ ആഴത്തിലുള്ള മുറിവേറ്റും ആളൊഴിഞ്ഞ കാട്ടിൽ കണ്ടത്. തട്ടിക്കൊണ്ടുപോയ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കരമന അരശുമൂട്ടിലെ ബേക്കറിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അനന്തുവിനെ 4 പേരടങ്ങുന്ന സംഘം ബൈക്കിലെത്തി തട്ടിക്കൊണ്ടുപോയതായി ബന്ധുക്കൾ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. നാട്ടുകാരിൽ ഒരാൾ തടയാൻ ശ്രമിച്ചപ്പോൾ അക്രമി സംഘം വിരട്ടി ഓടിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് അല്പമകലെ കൈമരത്തിന് സമീപം ആളൊഴിഞ്ഞ തോട്ടത്തിൽ ഇന്നലെ രാവിലെ ജഡം കണ്ടെത്തിയത്. കൈഞ്ഞരമ്പുകൾ മുറിച്ചിരുന്നു. ദേഹമാസകലം ക്രൂരമായ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട്. 2 ദിവസം മുൻപ് കൊഞ്ചിറവിള ക്ഷേത്രോത്സവത്തിനിടയിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അനന്തവും സുഹൃത്തുക്കളും ഉൾപ്പെട്ട പക്കമേള സംഘവും മറ്റൊരു സംഘവുമായിട്ടായിരുന്നു തർക്കം. ഇത് കയ്യാങ്കളിയിൽ എത്തിയിരുന്നു. കൈമനത്ത് ദേശീയപാതയ്ക്ക് സമീപം സാങ്കേതിക പരീക്ഷാ കൺട്രോളറുടെ ഓഫീസ് കെട്ടിടത്തിന് വശത്തുള്ള തോട്ടത്തിലാണ് മൃതദേഹം കിടന്നിരുന്നത്. സമീപം രക്തം തളം കെട്ടിയിരുന്നു. അതേസമയം അനന്തുവിന്റെ കൊലപാതകത്തിന് തൊട്ടുമുമ്പ് കൊലപാതകം നടത്തിയ സ്ഥലത്ത് വെച്ച മുഖ്യപ്രതികളിൽ ഒരാളുടെ ജന്മദിനാഘോഷം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തായി. കഴിഞ്ഞ ദിവസം 1:30 കാട്ടിനുള്ളിൽ നടത്തിയ ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അനന്തുവിനെ കൊല്ലാനായി തട്ടിക്കൊണ്ടുപോയതിന് തൊട്ടു മുൻപാണ് ഈ ആഘോഷങ്ങൾ നടത്തിയിരിക്കുന്നത്. കൊല നടത്തി അനന്തുവിന്റെ മൃതദേഹം ഉപേക്ഷിച്ചതും കാട്ടിനുള്ളിലെ ഇതേയിടത്താണ്. കഴിഞ്ഞ ദിവസം പട്ടാപ്പകലാണ് അനന്തു ഗിരീഷിനെ പ്രതികൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു. ഈ ആഘോഷം നടക്കുന്നത് ഉച്ചയ്ക്ക് 2:30-ക്കാണ്. പ്രതികൾ ഈ പ്രദേശത്തിരുന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നുവെന്നും ശല്യമുണ്ടാക്കുന്നുവെന്നും നേരത്തെ തന്നെ നാട്ടുകാർ പോലീസിന് പരാതി നൽകിയിരുന്നു. ഇതേയിടത്തിരുന്ന പ്രതികൾ ആഘോഷം നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ ഷർട്ടിടാതെ ചുവന്ന തോർത്തെടുത്ത് നിൽക്കുന്നയാളാണ് മുഖ്യപ്രതികളിൽ ഒരാളായ അനീഷ്. ബാക്കിയുള്ളവരിൽ എത്ര പേർ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ ആഘോഷത്തിൽ പങ്കെടുത്തവരിലേക്ക് എല്ലാവരിലേക്കും അന്വേഷണം നീളും. സംഭവത്തിൽ ബാലു, റോഷൻ എന്നിവർ പോലീസ് പിടിയിലായിട്ടുണ്ട്. 7 പേർ ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതികളിൽ 2 പേർ ഇതിനോടകം ചെന്നൈയിലേക്ക് കടന്നതായും സൂചനയുണ്ട്. കൊഞ്ചിറവിള ക്ഷേത്ര ഉത്സവത്തിനിടെ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷമാണ് കൊലപാതകത്തിന് കാരണമായി പോലീസ് പറയുന്നത്. കയ്യാങ്കളിക്കിടെ നീർമൺകര സ്വദേശികളായ പ്രതികളുടെ സുഹൃത്തിന് മർദ്ദനമേറ്റിരുന്നു. ഇതിന് പ്രതികാരം തീർക്കാൻ 2 ദിവസമായി അനന്തു ഗിരീഷിന്റെ യാത്രകൾ അക്രമി സംഘം നിരീക്ഷിച്ച് മനസ്സിലാക്കി ഇന്നലെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. ദേശീയപാതയിൽ നീർമൺകരയ്ക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ കൊണ്ടുവന്ന് മൃഗീയമായി മർദ്ദിച്ചാണ് അനന്തുവിനെ കൊലപ്പെടുത്തിയത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ പ്രതികൾ അനന്തുവിന്റെ 2 കൈഞ്ഞരമ്പുകളും മുറിച്ചു. കണ്ണുകളിൽ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു. അനന്തുവിന്റെ തലയിലും കയ്യിലുമടക്കം ആഴത്തിലുള്ള 5 പരിക്കുകളാണുള്ളത്. മർദ്ദനത്തിൽ തലയോട്ടി തകർന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കരിക്ക്, കല്ല്, കമ്പ് എന്നിവ മർദ്ദനത്തിന് ഉപയോഗിച്ചതായാണ് കണ്ടെത്തൽ. ദേഹമാസകലമുണ്ടായ മുറിവുകളാണ് അനന്തുവിന്റെ മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അനന്തുവിനെ 1 മണിക്കൂറോളം ഭിത്തിയിൽ ചേർത്ത് വെച്ച് മർദ്ദിച്ചുവെന്നാണ് പോലീസ് കസ്റ്റഡിയിലുള്ളവർ മൊഴി നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.